അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ക്യൂബിറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ നമ്മളോട് റെഗുലറായിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് എന്ത്, ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, റീസണിങ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, GK എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇംഗ്ലീഷ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതൊരു സീരീസ് ഓഫ് വീഡിയോസ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരിലേക്കും എത്തുമല്ലോ. അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള വീഡിയോ ഓൾറെഡി ഔട്ടായി കഴിഞ്ഞിരുന്നു. ഇന്ന് രണ്ടാമത് വരാൻ പോകുന്ന വീഡിയോ ആണ് എങ്ങനെയാണ് ജനറൽ നോളജ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന പേപ്പർ SSC പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. നമുക്ക് സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ഹൗ ടു പ്രിപ്പയർ ജനറൽ അവയർനെസ് ഫോർ SSC എക്സാംസ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം, നിങ്ങളിൽ തന്നെ പലരും ചോദിച്ചിട്ടുണ്ടാവും ഈ ചോദ്യം എന്താണ്, ഹൗ ടു ക്ലിയർ SSC എക്സാംസ് വിത്തൗട്ട് സ്റ്റഡിയിങ് ജനറൽ അവയർനെസ്. അതായത് ജനറൽ അവയർനെസ് പഠിക്കാൻ ഒരുപാടുണ്ട്, പഠിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല, പല പല സബ്ജക്റ്റുകളുണ്ട്, അതിൽ തന്നെ ഒരുപാട് സോഴ്സുകളുണ്ട്, റിവിഷൻ ചെയ്യാൻ പറ്റുന്നില്ല, മോക്ക് ടെസ്റ്റിന് മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് GK അല്ലെങ്കിൽ ജനറൽ അവയർനെസ് പഠിക്കാതെ SSC പരീക്ഷ ക്ലിയർ ആകാൻ പറ്റുന്നത് എന്നുള്ള ചോദ്യം വളരെ ഫ്രീക്വൻ്റ് ആണ്. ക്ലാസ്സിലും ഫ്രീക്വൻ്റ് ആണ്, യൂട്യൂബിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഒക്കെ, നമ്മുടെ ക്യൂബിറ്റിൽ മാത്രമല്ല പല അക്കാഡമികളിലും കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. SSC പരീക്ഷകളിൽ പ്രധാനമായിട്ട് നിങ്ങൾ എഴുതുന്നത് CGL, CPO, CHSL പരീക്ഷകളാണ്. MTS പരീക്ഷകൾ പോലുള്ള പരീക്ഷകൾ എഴുതുന്നില്ല എന്നല്ല, പ്രധാനമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഈ 3 പരീക്ഷകളാണ്. CGLലേക്ക് വന്നാൽ അതിന് ടയർ 1 മാത്രം നമുക്ക് 25 ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈച്ച് ക്വസ്റ്റ്യൻ ഹാസ് 2 മാർക്സ്. അങ്ങനെ നമുക്ക് 50 മാർക്ക് ടയർ 1. ടയർ 2ൽ 25 ചോദ്യങ്ങളാണ്, പക്ഷേ ഓരോ ചോദ്യത്തിനും 3 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 75 മാർക്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. CGL പരീക്ഷയിൽ. CHSL പരീക്ഷയിലേക്ക് വരാം. ടയർ 1ന് 25 ചോദ്യങ്ങൾ, 2 മാർക്ക് വീതം 50 മാർക്ക്. ടയർ 2ന് 20 ചോദ്യങ്ങൾ, 3 മാർക്ക് വീതം 60 മാർക്ക്. അപ്പോൾ CGL, CHSL പരീക്ഷയിൽ ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി. 3 CPO പരീക്ഷയ്ക്ക് പേപ്പർ 1ൽ 50 ചോദ്യങ്ങളും ഓരോ മാർക്ക് വീതം 50 മാർക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം, ജനറൽ നോളജ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന പേപ്പർ പഠിക്കാതെ നിങ്ങൾക്ക് SSC പരീക്ഷയിൽ നല്ലൊരു റാങ്ക് നേടാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ആരും ഇത് പഠിക്കാതെ എങ്ങനെ കയറാം എന്നുള്ള ചോദ്യമായിട്ട് വരരുത്. ബിക്കോസ് ഇറ്റ് ഈസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. ക്ലിയർ ആണല്ലോ. 2, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ കുറച്ചുകൂടെ സ്ട്രീം ലൈൻ ചെയ്ത് പഠിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സിലബസിൽ ഒരു ഓവറോൾ സിലബസ് ഇവിടെ തന്നിട്ടുണ്ട്. CGL, CPO, CHSL തുടങ്ങിയ ഏകദേശം ഒരേ സിലബസാണ്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന ചില ഏരിയാസ്, ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബറിംഗ് കൺട്രീസ്, pertaining to history, culture, geography, economic scene, general policy, scientific research. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ റീസണിങ്ങോ മറ്റോ പോലെ ഇൻഡെപ്ത് ആയിട്ടൊരു സിലബസ് ബ്രേക്ക് ചെയ്ത് ഇന്ത്യൻ പോളിറ്റി അതിൽ ഇത്ര ഭാഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് തന്നിട്ടില്ല. പക്ഷേ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് വെച്ചിട്ട് നമുക്കറിയാം, ഇന്ത്യൻ പോളിറ്റി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഏതാണ്, പ്രിയാമ്പിളിനെ പറ്റി ചോദിക്കും, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ചോദിക്കും, പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ ചോദിക്കും, അമെൻമെൻറ്റുകൾ ചോദിക്കും. അങ്ങനെ PYQ വെച്ച് നമുക്ക് ഓരോ സബ്ജക്റ്റിലും ധാരണയുണ്ട്, ഓരോ സബ്ജക്റ്റിനും ഒരു ഇൻഡെപ്ത് പ്ലാൻ ഉണ്ട്. ആ രീതിയിലാണ് ക്യൂബിറ്റിലെ കോഴ്സ് സ്ട്രക്ചർ, അക്കാഡമിക് സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ CGL പരീക്ഷയ്ക്ക് കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ എന്ന് പറഞ്ഞൊരു ക്വാളിഫയിങ് പേപ്പർ ഉണ്ട്. അപ്പോൾ ബേസിക് നോളജ് അബൌട്ട് കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ തുടങ്ങിയ കാര്യങ്ങളും നെറ്റ്വർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ? ഇപ്പോൾ GK നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ പഠിച്ചിട്ട് മുന്നോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് തുടങ്ങാം? സ്റ്റെപ്പ് 1, അണ്ടർസ്റ്റാൻഡ് ദ സിലബസ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലരും സിലബസ് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ PYQയിൽ ആ സിലബസിൽ ഓരോ ഭാഗത്തിനുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാതെ വെറുതെ വായിച്ച് പോകും, സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കില്ല. അങ്ങനെ ഒരുപാട് വായിച്ചു എന്ന് കരുതി നിങ്ങൾക്ക് അതേ ചോദ്യം ചോദിക്കണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ തന്നെ അത് റിക്കളക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ സിലബസ് മനസ്സിലാക്കുക. നിങ്ങളുടെ സിലബസിൽ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന SSC പരീക്ഷകളുടെ സിലബസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. 1 പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, 2 ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, 3 ജിയോഗ്രഫി, 4 എക്കണോമിക്സ്, 5 ജനറൽ സയൻസ്, 6 പോളിസീസ്, ഗവൺമെൻറ് സ്കീംസ് അല്ലെങ്കിൽ പോളിസീസ്, 7 മിസലേനിയസ് ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകളുണ്ട്. മിസലേനിയസിന് എക്സാമ്പിളുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ചില അവാർഡുകൾ ലൈക്ക് ഭാരത് രത്ന അവാർഡ്, ഈ അടുത്ത് ഭാരത് രത്ന അവാർഡ് പ്രഖ്യാപിച്ചു, 5 പേർക്ക് പ്രഖ്യാപിച്ചു. ആരൊക്കെയാണ് വിന്നേഴ്സ്, അവരെ പറ്റിയുള്ള ഇൻഫർമേഷൻ, പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ,
മേ ബി ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ സബ്മിറ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നലെ റൈസിന ഡയലോഗ് നടന്നല്ലേ, പ്രൈസിന ഡയലോഗ് നടന്ന എവിടെയാണ്, ഏത് മിനിസ്ട്രിയാണ് നടത്തുന്നത്, ഏത് തിങ്ക് ടാങ്ക് ആണ് അത് നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, ഇവന്റുകൾ, ബുക്കുകൾ, പ്രധാനപ്പെട്ട ബുക്കുകൾ, ഹിസ്റ്ററിക്കൽ പെർസ്പെക്റ്റീവ് എന്നല്ല, പ്രധാനപ്പെട്ട കണ്ടംപററി ബുക്കുകൾ എഴുതിയത് ആരാണെന്നുള്ള കാര്യങ്ങളും ചോദിക്കാറുണ്ട്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സിലബസിലെ സാധനങ്ങളെല്ലാം അതിൻ്റെ സ്റ്റാറ്റിക് പോർഷനാണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് സബ്ജക്റ്റിൻ്റെ കീഴെ. ആ സബ്ജക്റ്റിൻ്റെ ഡൈനാമിക് പെർസ്പെക്റ്റീവാണ് നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സിൽ പഠിക്കേണ്ടത്. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ പോളിറ്റി ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുകയാണ്. ഷെഡ്യൂൾ 10 നിങ്ങൾക്കറിയാം, ഡീൽസ് വിത്ത് ആൻറ്റി ഡിഫെക്ഷൻ. അതിനോടനുബന്ധിച്ച് എന്താണ് ഈ അടുത്ത് വാർത്തയിൽ വന്നത് എന്ന് നിങ്ങൾ നോക്കുക. മഹാരാഷ്ട്രയിൽ നടന്ന ക്രൈസിസ് നിങ്ങൾക്കറിയാം, ശിവസേനയിൽ നടന്നത് നിങ്ങൾക്കറിയാം, അവിടെ നടന്നത് പൊളിറ്റിക്കൽ ഡിഫെക്ഷനാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് വാർത്തയിൽ വരുന്ന ചില കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാവും. ചില കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റുകളായിരിക്കും, അല്ലെങ്കിൽ 10th ഷെഡ്യൂളിൽ വരുന്ന ചില കണ്ടീഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ 2/3 മെമ്പേഴ്സ് പോയാലുള്ള കണ്ടീഷൻ. അങ്ങനെ നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങൾ സ്റ്റാറ്റിക് പാർട്ടിൽ നിങ്ങൾ ബ്രീഫായിട്ട് 10th ഷെഡ്യൂൾ ഏത് അമെൻമെൻ്റ് ആണ്, ഏതൊക്കെ ആർട്ടിക്കിളാണ് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ പഠിക്കുകയുള്ളൂ. അതിൻ്റെ കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. ഹിസ്റ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ക്ലാസ്സുകളിൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ ബ്രീഫ്ലി പഠിക്കുന്നതാണ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ അധികം ആരും കേൾക്കാത്ത പഠിക്കാത്ത ഒരു ഡൈനാസ്റ്റിയാണ് ഹൊയ്സാല ഡൈനാസ്റ്റി എന്നുള്ളത്. അപ്പോൾ ഹിസ്റ്ററി ക്ലാസ്സിൽ ഒരുപക്ഷെ ഹൊയ്സാലാസിനെ പഠിക്കില്ല, നമ്മൾ ചിലപ്പോൾ ബ്രീഫായിട്ട് പഠിക്കും. അലാവുദ്ദീൻ ഖിൽജിയുടെ ആർമി മാലിക് കഫൂറിൻ്റെ നേതൃത്വത്തിൽ വന്നപ്പോൾ ആൾ കീഴടക്കിയ സൗത്ത് ഇന്ത്യൻ ഡൈനാസ്റ്റികൾ ഓർമ്മമാണ് ഹൊയ്സാലാസ്. പക്ഷേ ആ ഹൊയ്സാലാസ് ഈ അടുത്ത് വാർത്തയിലുണ്ടായിരുന്നത് എന്താണ്, ഹൊയ്സാല ടെമ്പിൾ ആർക്കിടെക്ചർ വാസ് ആഡഡ് ഇൻ ടു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ബൈ യുനെസ്കോ. അപ്പോൾ ഹിസ്റ്ററിയുടെ കറണ്ട് അഫയേഴ്സ് അവിടെ കിട്ടി. ശാന്തിനികേതൻ വാസ് ആഡഡ്. ഇപ്പോൾ ശാന്തിനികേതൻ ഒന്നും നമ്മൾ ചിലപ്പോൾ പഠിച്ചുകൊള്ളണമെന്നില്ല, അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കറണ്ട് അഫയേഴ്സിലൂടെ കിട്ടും. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റാറ്റിക് പാർട്ടിൽ നിന്നും കംപ്ലീറ്റ്ലി മാറിയുള്ള സാധനങ്ങളല്ല. അങ്ങനെയുള്ള ഏരിയാസും ഉണ്ട്. എന്താണ്, ഇപ്പോൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എവിടെയാണ് നടന്നത്, ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് എവിടെയാണ് നടക്കുന്നത്, അങ്ങനെയുള്ളതൊക്കെ കംപ്ലീറ്റ് ഡൈനാമിക് പാർട്ടായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. പക്ഷേ ദർ ആർ സ്റ്റാറ്റിക് പാർട്സ്. ആ സ്റ്റാറ്റിക് പാർട്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം ആണ് പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ. ഇനി ഇതിലേതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഡ് ചെയ്യുക. ഒരു ഉദാഹരണത്തിന് ഞാൻ കമ്പ്യൂട്ടർ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, കമ്പ്യൂട്ടർ ഒരു ക്വാളിഫയിങ് പേപ്പറാണ് പരീക്ഷകൾക്ക്, അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ചെറിയ ചെറിയ ഏരിയാസ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. PYQൻ്റെ ബേസിസിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഭാഗങ്ങളാണ് ഈ സിലബസ്. അപ്പോൾ നിങ്ങൾ സിലബസിനെ മനസ്സിലാക്കി അല്ലേ, സിലബസിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് സ്റ്റെപ്പ് നമ്പർ 2, മൈക്രോ മാപ്പിംഗ് ഓഫ് ദ സിലബസ്. സിലബസിനെ പോളിറ്റി എന്ന് പറയുന്ന ഭാഗം ഉണ്ടെന്ന് മനസ്സിലായല്ലേ, ആ പോളിറ്റി എന്ന് പറയുന്ന ഭാഗത്തിനടുത്ത് മൈക്രോ മാപ്പിംഗ് നടത്തുക. അപ്പോൾ ഓരോ സബ്ജക്റ്റിന് വേണ്ടി ഞാൻ ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഒരു റെഫറൻസിന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഇന്ത്യൻ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു. അതിൻ്റെ മൈക്രോ മാപ്പിംഗ് ഞാൻ നടത്തി. എന്താണ് മൈക്രോ മാപ്പിംഗ്? ഇന്ത്യൻ പൊളിറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ഏരിയാസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഏരിയാസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാർത്തയിൽ കാണുന്ന ഏരിയാസ്, അതിനെയാണ് ഞാൻ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം ഞാൻ ഒരുപക്ഷെ യൂണിയൻ ടെറിട്ടറി പഠിക്കുമ്പോൾ കൊടുക്കണമെന്നില്ല. ഞാൻ ആദ്യത്തെ ആർട്ടിക്കിൾ 1 to ആർട്ടിക്കിൾ 4 പഠിക്കുമ്പോൾ കൊടുക്കുന്ന അതേ പ്രാധാന്യം ടുവേർഡ്സ് ദ എൻഡ് ആർട്ടിക്കിൾ 300+ പഠിക്കുമ്പോൾ ഞാൻ കൊടുക്കണമെന്നില്ല. കാരണം എല്ലാം പഠിച്ചിട്ട് പോകുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഏതാണോ, കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏതാണോ അതിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുക. ഒരു ഉദാഹരണം, മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങളോട് ചോദിക്കും എന്തൊക്കെയാണ് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിൻ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, അഡോപ്റ്റ് ചെയ്ത ഡേറ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കാം. മേജർ ആർട്ടിക്കിൾസ്, പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ കഴിഞ്ഞ CGL നോക്കൂ, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന CSIR പരീക്ഷകൾ നോക്കൂ, പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ചോദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 1 മുതൽ 5 വരെ പ്രധാനമാണ്. പിന്നെ സിറ്റിസൺഷിപ്പിനെ പറ്റി അധികം ചോദിച്ച് കേട്ടിട്ടില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSPs, ഇതൊക്കെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ്. പ്രത്യേകിച്ചും യൂണിഫോം സിവിൽ കോഡ് പോലുള്ള കാര്യങ്ങൾ വാർത്തയിലുള്ളപ്പോൾ വാട്ട് ഈസ് ആർട്ടിക്കിൾ 44 എന്നൊക്കെ നിങ്ങളോട് തീർച്ചയായിട്ടും ചോദിക്കും. പ്രിയാമ്പിൾ, ആമുഖത്തിനെ പറ്റി നിങ്ങൾക്കറിയാം. ആമുഖത്തിനെ പറ്റി ചോദിക്കാത്ത ഒരൊറ്റ CGL പരീക്ഷയും ഇതുവരെ വന്നിട്ടില്ല. ആമുഖത്തിനെ പറ്റി ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ പറഞ്ഞ വാക്കുകളുടെ ഓർഡർ, അല്ലെങ്കിൽ 42nd അമെൻമെൻറ്റ് ആക്റ്റും ആമുഖവും പ്രിയാമ്പിളും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ആമുഖം പ്രിയാമ്പിൾ അഡോപ്റ്റ് ചെയ്ത ദിവസം, പ്രിയാമ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്, എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ തുടങ്ങിയ ഒരു 10 അല്ലെങ്കിൽ 15 ഫാക്റ്റുകൾ. അത് ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ മാറ്റി മാറ്റി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അമെൻമെന്റ്സ്, പാർലമെന്റ് എക്സെട്ര. ഞാൻ ജുഡീഷ്യറി ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ മേജർ ഏരിയാസിൽ യു ക്യാൻ ആഡ് ദാറ്റ്. ദെൻ ഏതൊക്കെ സോഴ്സുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്? ലൂസൻ GK നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടാവും തീർച്ചയായിട്ടും. ലൂസൻ GKയിൽ എല്ലാം പഠിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ലൂസൻ GKയുടെ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ 2,
എൻ സി ആർ ടി പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ മേക്കിംഗ് എന്നൊക്കെ പറയുന്ന എൻ സി ആർ ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ പറ്റിയും മറ്റും കാര്യമായിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നുണ്ട്. പിന്നെ യു പി എസ് സിക്ക് മസ്റ്റായ ഒരു ബുക്കാണ്, ഇപ്പോൾ സി ജി എൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും കാര്യമായിട്ട് ഉപയോഗിക്കുന്ന കാണുന്നുണ്ട്, ലക്ഷ്മികാന്ത്, ഇന്ത്യൻ പോളിറ്റി ബൈ എം ലക്ഷ്മികാന്ത്. വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ ബുക്ക്. പിന്നെ പോളിറ്റിക്ക് ഏറ്റവും പ്രാധാന്യം കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നിങ്ങളുടെ സോഴ്സുകളും ലിസ്റ്റ് ഔട്ട് ചെയ്യുക, ഓരോ സബ്ജക്റ്റിനും വേണ്ട സോഴ്സുകൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ നമുക്ക് 10,000 സോഴ്സുകളുണ്ട്. സോഴ്സുകളുടെ ലഭ്യത കുറവല്ല ഇപ്പോഴത്തെ പ്രശ്നം. എന്താണ് പ്രശ്നം? സോഴ്സുകൾ, മൾട്ടിപ്പിൾ സോഴ്സ് നമ്മുടെ കയ്യിലുള്ളത്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ 10 കമ്പൈലേഷൻസ് വരും. അപ്പോൾ എവിടെ പഠിച്ച് എവിടെ ലിമിറ്റ് ചെയ്യണമെന്നൊരു പ്ലാൻ നിങ്ങൾക്ക് വേണം. കാരണം നിങ്ങൾക്ക് ഇനി 5 അല്ലെങ്കിൽ 6 മാസത്തിൽ പരീക്ഷ വരികയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക, പല പല സോഴ്സുകൾ വായിക്കുക എന്നത് പോസിബിൾ അല്ല. മാക്സിമം ലിമിറ്റ് യുവർ സെൽഫ് ടു 2 or maximum 3 സോഴ്സസ്. ആ സോഴ്സുകൾ ഏതാണെന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ അടുത്തൊരു കാര്യം, ക്യൂബിറ്റ് അക്കാഡമി പ്രോമിസ് ചെയ്ത കാര്യമാണ്, ലൂസൻ GK എന്ന് പറയുന്ന ബുക്ക് ഒരു 100 ക്ലാസ്സുകളായിട്ട് ലൂസൻറ്റിലെ എല്ലാ കണ്ടന്റും എല്ലാ ഏരിയാസും സ്റ്റാർട്ടിങ് ഫ്രം പോളിറ്റി, ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് ആൻഡ് ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം 100 ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യുന്ന ഒരു ഫ്രീ സീരീസ് മാർച്ചിൽ ആരംഭിക്കുന്നതായിരിക്കും. അത് ഓൾറെഡി അനൗൺസ് ചെയ്ത കാര്യമാണ്. ഇറ്റ് വിൽ സ്റ്റാർട്ട് ഇൻ മാർച്ച്. അതുകൊണ്ട് ലൂസൻറ്റിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ഓക്കെ, ലൂസൻറ്റിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ നിങ്ങൾ ആദ്യം സിലബസിനെ മനസ്സിലാക്കി, രണ്ടാമത് തന്നെ മൈക്രോ മാപ്പിംഗ് നടത്തി. സ്റ്റെപ്പ് നമ്പർ 3, മേക്ക് റിയലിസ്റ്റിക് ഡെയിലി ടാർഗറ്റ്. അതായത് ചിലർ ഒരു ദിവസം 18 മണിക്കൂർ പഠിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ക്ലാസ്സിൽ നമ്മൾ കുട്ടികളോട് പറയുന്ന കാര്യമാണ്, മേക്ക് എ പ്ലാൻ ഫോർ യുവർ സെൽഫ്. ആ പ്ലാൻ വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരിക, നമ്മൾ ആ പ്ലാനിൽ വേണ്ട മാറ്റം വരുത്തി ഒരു റിയലിസ്റ്റിക് പ്ലാൻ ആക്കാമെന്ന്. എന്താണ് റിയലിസ്റ്റിക് പ്ലാൻ? 18 മണിക്കൂർ പഠിക്കുക ഫോർ ദ നെക്സ്റ്റ് 6 months എന്ന് പറയുന്നത് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ചില കുട്ടികൾക്ക് പറ്റിക്കോളാം, എൻ്റെ പെർസ്പെക്റ്റീവിൽ അത് പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് വേണം. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല പീക്കിലിട്ട് നിങ്ങൾ പഠിക്കും, ചിലപ്പോൾ നിങ്ങളൊരു കുറച്ച് ഒരു എനർജി താഴ്ന്ന ലെവലിലേക്ക് പോകും. അപ്പോൾ ആ എനർജി താഴ്ന്ന ലെവലിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകാതെ തിരിച്ചു വരാനുള്ള പ്ലാനുകൾ. അപ്പോൾ പ്രോപ്പറായിട്ട് ബ്രേക്ക് വേണം, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നോക്കണം, ഫിസിക്കൽ ഹെൽത്ത് നോക്കണം. ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് പ്ലാൻ ഉണ്ടാക്കുക. ഒരു ഉദാഹരണത്തിന് മൈക്രോ മാപ്പിംഗ് നടത്തിയപ്പോൾ നമ്മളൊരു ഏരിയ എടുത്തു, ഫസ്റ്റ് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുകയാണ്. എങ്ങനെ? മേജർ സോഴ്സസ്, DPSP എവിടെ നിന്നാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എവിടെ നിന്നാണ്, എമർജൻസി പ്രൊവിഷൻസ് എവിടെ നിന്നാണ്, നിങ്ങൾ എടുക്കുകയാണ്. 2, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി, ഭരണഘടന രൂപീകരിച്ച കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ഫോർമേഷൻ, എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അഡോപ്റ്റ് ചെയ്ത ദിവസം തുടങ്ങിയ ഫാക്റ്റുകൾ, അതിലുള്ള പല പല കമ്മിറ്റികൾ, അവരുടെ ചെയർപേഴ്സൺ, ഇതൊക്കെയാണല്ലോ PYQ എന്ന് ചോദിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വെറുതെ നിങ്ങളോട് പറയുകയല്ലേ, ഇതൊക്കെ PYQ ബേസ്ഡ് ആണ്. നമ്മുടെ കയ്യിൽ ആകെയുള്ള ഓതൻറ്റിക് സോഴ്സ് എന്താണ്? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല പല ഷിഫ്റ്റുകളിൽ നടത്തിയ PYQs തന്നെയാണ്. അപ്പോൾ ആ PYQs വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമുക്കറിയാം, അഡോപ്റ്റ് ചെയ്ത ദിവസം, എനാക്ട് ചെയ്ത ദിവസം, അപ്പോയിൻറ്റ് ചെയ്ത ദിവസം, ഇതൊക്കെ അങ്ങനെ പല പല ഏരിയാസ് ആയിട്ട് നിങ്ങൾ തിരിക്കുക. ഫോർ ദാറ്റ് യു ഷുഡ് ഗോ ത്രൂ ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അല്ലാതെ ഒരു വ്യക്തി ഇപ്പോൾ സപ്പോസ് ഞാൻ പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്താൽ ചിലപ്പോൾ അത് വർക്കാവണമെന്നില്ല. കാരണം എന്താണ് എൻ്റെ ആധികാരികത, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്ലാനിൻ്റെ ആധികാരികത ഈസ് നത്തിങ് ബട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ ആ വ്യക്തി പറയുന്ന കാര്യങ്ങളുടെ ബേസിസ് എന്താണ് അതിൻ്റെ ബേസ് എന്ന് മനസ്സിലാക്കണം. ആ ബേസ് ഇറ്റ് ഷാൽ ബി PYQs ഓൾവേസ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് കരുതി അതിനെ കണ്ണുടച്ച് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. PYQs വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. ഓരോ ഡെയിലി ടാർഗറ്റിൻ്റെ കൂടെ ദർ ഷുഡ് ബി സ്റ്റാറ്റസ്. എന്താണ്? ഇന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലേ? കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് കാര്യമായിട്ടൊരു കാരണം വേണം. കാരണം നമുക്ക് ഒരു വർഷത്തിൽ ഒരു CGL പരീക്ഷയാണ് വരുന്നത്. അപ്പോൾ CGLന് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ക്ലാസ്സിൽ തന്നെ പല കുട്ടികൾ ഇപ്പോൾ പോകുന്ന GD പരീക്ഷ എഴുതിയിട്ടില്ല, CSIR പരീക്ഷ എഴുതിയിട്ടില്ല. അവർ CGL എന്ന് പറയുന്ന ഫോക്കസ് ചെയ്ത് മാത്രം ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന കുട്ടികൾ നല്ല കാര്യമാണ്, ഫോക്കസ് ചെയ്ത് പഠിക്കുക. പക്ഷേ നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യുമ്പോൾ ഇറ്റ് കംസ് വൺസ് ഇൻ എ ഇയർ, അല്ലേ? വർഷത്തിൽ ഒരിക്കലാണ് അങ്ങനെ ഒരു പരീക്ഷ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ എഴുതുന്ന സമയത്ത് 100% പ്രിപ്പയർഡായി പോയി എഴുതുക. ഓക്കെ, സ്റ്റെപ്പ് 4. അപ്പോൾ 3 സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കി, ഏരിയ വൈസ് പ്ലാൻ ഉണ്ടാക്കി, റിയലിസ്റ്റിക് ടാർഗറ്റ് ഉണ്ടാക്കി. ആ ടാർഗറ്റ് വെച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പഠിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഇപ്പോൾ പലരും ഓൾ ഇന്ത്യ മോക്ക് ടെസ്റ്റുകൾ എടുക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടു ടെസ്റ്റ് യുവർ നോളജ്, ദാറ്റ് ഈസ് സ്റ്റെപ്പ് നമ്പർ 4. ടെസ്റ്റ് യുവർ നോളജ്. യു ഹാവ് ടു സോൾവ് സെക്ഷൻ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ചോദിച്ച കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് എംപയർ ബിൽഡർ ഇൻ ഇന്ത്യ, മഹാപത്മനന്ദ എന്നുള്ളത് കഴിഞ്ഞ 5 വർഷത്തിൽ 3 പ്രാവശ്യങ്ങളിൽ ചോദിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചോദിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ദ ഫൗണ്ടർ ഓഫ്
ഏത് ഡൈനാസ്റ്റി ചോദിച്ചത്? ശുംഗ ഡൈനാസ്റ്റി. അത് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതായത് ശുംഗ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ മിലിറ്ററി ജനറൽ ആയിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പുഷ്യാമിത്ര ശുംഗ എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. അപ്പോൾ ആ ഒരു എന്താ പറയുക, certain ഡൈമെൻഷൻസിൽ നിന്ന് മാത്രമേ ചോദ്യം ചോദിക്കുന്നുള്ളൂ എന്നത് നിങ്ങൾക്ക് PYQs നിന്ന് കിട്ടും. അപ്പോൾ PYQs സോൾവ് ചെയ്യുക, പഠിച്ച കാര്യം വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. പറ്റണം, അപ്പോഴാണ് നിങ്ങളുടെ പഠനം ശരിയായ രീതിയിൽ പോകുന്നത്. 2, മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. പരീക്ഷാ പേടി ഒഴിവാക്കുക. നിങ്ങൾ പരീക്ഷാ സെൻറ്ററിൽ പോയിരുന്ന ആദ്യമായിട്ട് ആ സിസ്റ്റം കാണുമ്പോൾ അതിൽ വരുന്ന ആ ഒരു ഇൻ്റർഫേസ് ഉണ്ടല്ലോ, ആ ഇൻ്റർഫേസ് മനസ്സിലാക്കണം, നെഗറ്റീവ് മാർക്കിംഗ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ സിസ്റ്റം ഹാങ് ആവാം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നടക്കാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ കൂടെ നിങ്ങളുടെ പേടി ഒഴിവാക്കുക. പിന്നെ ആദ്യമായിട്ട് മോക്ക് ടെസ്റ്റ് എടുത്തിട്ട് ഇന്നുകൂടെ ഒരു കുട്ടി വന്നിരുന്നു, ആ കുട്ടി മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ മാർക്ക് കിട്ടുന്നില്ല, ബുദ്ധിമുട്ടാണ്. ആദ്യമായിട്ട് മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ശരിയായിട്ട് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും മാർക്ക് കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിർത്താനാണെങ്കിൽ പിന്നെ നിങ്ങൾ SSC പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല. നിങ്ങൾ വീണ്ടും മോക്ക് ടെസ്റ്റുകൾ എഴുതുക. ഭാഗ്യം എന്നൊരു ഫാക്ടർ ഉണ്ട്, ആ ലക്ക് ഫാക്ടറിനെ മാറ്റി നിർത്തി ബാക്കിയുള്ള ഒരു 75-80% ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ഹാർഡ് വർക്കാണ്. ആ ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. ഓൾ ഇന്ത്യയിൽ ഒരുപാട് റിലവൻ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട്. നല്ല മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. അവരുടെ അനാലിസിസ് നോക്കുക. നിങ്ങൾക്ക് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 4-5 പേരുടെ എല്ലാവരും പഠിക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലൊരു പിയർ അനാലിസിസ് നടത്തുക. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഓൾ ഇന്ത്യ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ഓവറോൾ റാങ്കിങ്ങിൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള അനാലിസിസ് നടത്തുക. എവിടെയാണോ നിങ്ങൾ വീക്കായിട്ടുള്ളത്, വർക്ക് ഓൺ ദോസ് വീക്ക് ഏരിയാസ്. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കോഴ്സിലും ചേരേണ്ട കാര്യമില്ല. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു മഹാസാഗരം നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. ആപ്റ്റിറ്റ്യൂഡിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ വീക്കായിട്ടുള്ളത് ജോമെട്രി തന്നെ ഒരു പർട്ടിക്കുലർ പാർട്ടാണ്, ആ ഏരിയ നേരെ ഗൂഗിൾ ചെയ്യുക, യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ കിട്ടും. നല്ല വീഡിയോസ് മലയാളത്തിൽ നമ്മുടെ ചാനലിലുണ്ട്, മറ്റു പല ചാനലുകളിലുണ്ട്. ഇല്ലെങ്കിൽ ഒരു പൊടി ഹിന്ദി ഇംഗ്ലീഷ് കലർന്ന ഒരുപാട് നല്ല വീഡിയോസ് ഉണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡ്സും കോൺസെപ്റ്റൽ ക്ലാരിറ്റി തരുന്ന വീഡിയോസൊക്കെ ആയിട്ട്. അപ്പോൾ അത് നിങ്ങൾ നല്ലപോലെ കാണുക. ഓക്കെ, അതിന് പ്രത്യേകിച്ച് കോഴ്സിന് ചേരേണ്ട കാര്യമില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, യു ഷുഡ് ഹാവ് യുവർ ഓൺ നോട്ട്സ്. സ്വന്തമായിട്ട് നോട്ടുകൾ ഉണ്ടാക്കി ശീലിക്കുക. ആ നോട്ടുകൾ റിവൈസ് ചെയ്യുക. ലൂസൻ GK നിങ്ങൾക്ക് 10 പ്രാവശ്യം പരീക്ഷയ്ക്ക് മുന്നേ വായിക്കാൻ പറ്റില്ല. ലൂസൻ GK കംപ്ലീറ്റ് ആയിട്ട് ഒരു തവണ പോലും വായിക്കാത്ത ഒരുപാട് പേരുണ്ട്. അത് പോസിബിൾ അല്ല എന്നുള്ളതാണ്. നിങ്ങളൊരു 60% വായിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് യു ആർ ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. ആ 60% വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗുണം വേണമെങ്കിൽ ആ 60% ചെറിയ നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിങ്ങളുടെ ഭാഷയിലുള്ള നോട്ടുകളായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നീട് ആ നോട്ടുകളാണ് നിങ്ങൾ റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് റീഡിങ് ദ സെയിം ബുക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ. അത് പോസിബിൾ അല്ല. മനസ്സിലായോ? നമ്മളൊരു ഫിക്ഷണൽ സ്റ്റോറി അല്ല വായിക്കുന്നത്. വായിക്കാൻ അത്യാവശ്യം നല്ല ബോറിംഗ് ആയിട്ടുള്ള ഒരു GK ബുക്കാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അത് വായിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് നോട്ട് ഉണ്ടാക്കുക, സ്വയം നോട്ട് എഴുതുക. ഇതാണ് ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ, 4 സ്റ്റെപ്പുകൾ. പിന്നെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പലരും വീണ്ടും ചോദിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തതാണ്. ഇൻഡെപ്ത് ആയിട്ട് എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ ചെയ്തതാണ്. ജാനുവരി 2024 മുതൽ എങ്ങനെ ഓരോ വീക്ക്ലി പ്ലാൻ വേണം, ആ വീക്കിൽ ഇൻഡെപ്ത് ആയിട്ട് എന്തൊക്കെ ചെയ്യണം, മന്ത്ലി എങ്ങനെ റിവൈസ് ചെയ്യണം എന്നുള്ള പ്ലാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇതിൽ ഞാൻ അതിനെപ്പറ്റി ഇൻഡെപ്ത് ആയിട്ട് പറയുന്നില്ല. ഇന്നത്തെ അജണ്ട അതല്ല. ഇന്നത്തെ അജണ്ട ഹൗ ടു പ്രിപ്പയർ GK എന്നാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം മാത്രമല്ല ലിങ്കായിട്ടും ഈ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കും. സ്റ്റഡി പ്ലാൻ ഇതുവരെ ഉണ്ടാക്കാത്ത കുട്ടികളാണെങ്കിൽ അവർ ഇത് ഉപയോഗിച്ച് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി പഠിക്കുക. സ്റ്റഡി പ്ലാൻ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് പഠിക്കുക. കാരണം ഈ പ്ലാൻ ഫോളോ ചെയ്തവരാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 1.5 മാസം കഴിഞ്ഞു. നിങ്ങൾ ഏകദേശം ഒരു 6 ആഴ്ചയുടെ പുറത്ത് റെഗുലറായിട്ട് പഠിച്ച് റിവിഷൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും വൈകിട്ടില്ല. ഇനിയും ഒരുപാട് വൈകിട്ടില്ല. നമുക്കിപ്പോഴും ഒരു 5-6 മാസം സമയമുണ്ട്. ദയവ് ചെയ്ത് വീഡിയോ കാണുക. ഹെൽപ്ഫുൾ ആണെങ്കിൽ മാത്രം അതിനനുസരിച്ചൊരു പ്ലാൻ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. GK എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഈ 4 സ്റ്റെപ്പ് ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായിട്ടും റീച്ച് ഔട്ട് ചെയ്യുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളുണ്ടാകും. പിന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഈസി ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക കേട്ടോ. അപ്പോൾ റീസണിങ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതുപോലെ ഇംഗ്ലീഷ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള വീഡിയോകൾ ഒരു മാക്സിമം 1 വീക്കിനകത്ത് നിങ്ങൾക്ക് ലഭിക്കും. മാർച്ച് ആദ്യം മുതലേ ലൂസൻ സീരീസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഈസി ചെയ്യാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നും എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. നല്ലപോലെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.